1921 ഓഗസ്റ്റ് 20 അന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ശ്രദ്ധേയമായൊരു ചെറുത്തുനിൽപ്പിനെ തുടക്കമാവുന്നത്. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായിരുന്ന വടക്കേവീട്ടിൽ മുഹമ്മദിനെ അകാരണമായി അറസ്റ്റ് ചെയ്യാനൊരുങ്ങിയ ബ്രിട്ടീഷ് പോലീസിന് നേരെ മലബാറിലെ ദേശസ്നേഹികൾ ചെറുത്തുനിന്നു കരുത്തുകാട്ടി. ജാതിമത ചിന്തകൾ മാറ്റിവെച്ച് അവർ ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതി. എന്നാൽ ഐതിഹാസികമായ ഈ പോരാട്ടത്തെ വില കുറച്ച് കാണിക്കുകയായിരുന്നു പലരും. 1921 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പ്രത്യേകത, അന്ന് ജന്മിമാരുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ എതിർത്തുകൊണ്ട് കുടിയാന്മാരെയും അതേസമയം തുർക്കി ഖിലാഫത്തിനെ അനുകൂലിക്കുന്ന മുസ്ലിങ്ങളെയും രണ്ടും കൂട്ടിച്ചേർത്താൽ ഈ സമരം ശക്തിപ്പെടുത്താമെന്ന് ഗാന്ധിജിക്ക് ബോധ്യമായി. 1000-ലേറെ പേരാണ് മലബാറിൽ ബ്രിട്ടീഷുകാരോട് പൊരുതി മരിച്ചത്. 1000-ലേറെ പേരെ നാടുകടത്തി. 60,000-ലേറെ പേരെയാണ് അറസ്റ്റ് ചെയ്ത് കൊടിയ പീഡനത്തിനിരയാക്കിയത്. എന്നാൽ ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇവർക്ക് ഇനിയും സ്ഥാനം ലഭിച്ചിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രതാളുകളിൽ മലബാർ സമരം പടിക്ക് പുറത്താണ്. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രകാരനും മലബാർ സമരം കണ്ടില്ല. വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള ധീരോദാത്തമായ പോരാട്ടത്തെ വെറും മാപ്പിള ലഹളയാക്കി ചുരുക്കാനായിരുന്നു ചരിത്രകാരന്മാർക്ക് താല്പര്യം. മതകീയമായി ജീവിച്ചിരുന്ന, സൗഹൃദത്തോടെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിൽ ബ്രിട്ടീഷുകാർ വന്ന് ഹിന്ദു മുസ്ലിം വൈരം ജനിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പൊതുവായി ഈ സമൂഹം ബ്രിട്ടീഷുകാർക്കെതിരായി. ഏറെ വൈകിയാണെങ്കിലും മലബാർ സമരത്തെ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കാൻ മനസ്സ് കാണിച്ചതിൽ നമുക്ക് സമാധാനിക്കാം. ജലീൽ പടന്ന, മീഡിയ 1, മലപ്പുറം.